എങ്ങനെയുണ്ട്? സൂപ്പറാണെന്ന് പറ, ക്യാമറ നോക്കിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് തരുന്നതിൽ വീണ്ടും നിങ്ങളുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോമ്പ് സ്പെഷ്യൽ ചിക്കൻ പക്കോടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം, ചോരമയൊക്കെ പോകാവുന്ന രൂപത്തിൽ. അപ്പോൾ നമ്മളൊരു 3-4 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചോരമയൊക്കെ ഇപ്പോൾ ശരിക്കും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പക്കോടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിലേക്കായിട്ട് മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് സവാള, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, അല്പം മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അല്പം വേപ്പില ചെറുതായിട്ട് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ പക്കോടക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. സവാള ഇങ്ങനെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ആദ്യം നമ്മൾ എരിഞ്ഞ് വെച്ച 5 സവാളയാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്കായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളക്, വേപ്പില, മല്ലിയില, ഇത് 3 കൂടി ചേർത്ത് കൊടുക്കേണ്ടതിലേക്ക്. 200 ഗ്രാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. അല്പം വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആവണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ എല്ലാം കൂടി ചേർന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. കോൺഫ്ലവർ, മൈദ എല്ലാം കൂടി പക്കോടയ്ക്കുള്ള മിക്സിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് തുടങ്ങാം. പക്കോട പൊരിച്ച് തുടങ്ങാം. പക്കോട പൊരിക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കണേ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പക്കോടയ്ക്കുള്ള ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്.
ഓക്കെ, നമ്മൾ ആദ്യം ഇട്ട ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമതിട്ട ചിക്കൻ പക്കോടയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട ഫുള്ളായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. അപ്പോൾ നമ്മൾ സ്ഥിരം ടേസ്റ്റർമാരോടെ ഉണ്ട്. വെമ്പായോ, സമയമൊക്കെ വൈകി, വേഗം വാ, കഴിച്ചു നോക്കിയിട്ട് പറയട്ടോ എങ്ങനെയുണ്ട്. സൂപ്പറാണെന്ന് പറ, ക്യാമറ നോക്കിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ചിക്കൻ പക്കോട നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.